ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സാധാരണ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചൂലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കിയത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് റെഡി ആയെന്നുള്ളത് കാണിക്കാം. ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ സാമ്പാർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. തലേന്നത്തെ സാമ്പാറാണ്. ഇഡ്ഡലിക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് അൻഷുവിനും എടുക്കത്തില്ല കേട്ടോ തലേന്നത്തെ കറി. അപ്പോൾ ഇതാ ഇന്ന് നമ്മളെന്താ കറി വെച്ചത്, മീൻ കറിയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ബീൻസിൻ്റെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബീൻസിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കുറ്റിയാട്ടൂർന്ന് വരുമ്പോൾ മമ്പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ടൊരു ഇത് കൂടെ നമ്മളാക്കിയിട്ടുണ്ട്. അത് അമ്മേൻ്റെ സ്പെഷ്യലാണ്. പിന്നെ നമ്മളിത് ഈ ഇലയൊക്കെ എന്തിനാണ് പറിച്ച് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DYFIയുടെ ഉച്ചയൂണ് പദ്ധതി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇലകളൊക്കെ പറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ഇഡ്ഡലീൻ്റെ ആ ഒരു ഇത് തണുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ അത് ചൂടുണ്ടായിരുന്നു അത്യാവശ്യം. നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഞാനിതാ അതിൽ നിന്ന് ഇളക്കി മാറ്റാന്ന്. അപ്പോൾ ഇത് കൂട്ടി ചെറുതായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് അടിയിൽ നല്ലപോലെ ഇതൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഒട്ടും ഒട്ടാതെ നമുക്ക് കിട്ടാറുണ്ട്. ഇത് ചോറ് കുറച്ചധികം ആയിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതൊക്കെ അമ്മ DYFIൻ്റെ പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ റെഡിയാക്കുമെന്ന്. അതൊക്കെ കെട്ടി വെച്ച് നല്ല നീറ്റാക്കുവാണ് കേട്ടോ. നല്ല ഇതൊക്കെ പൊതിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറികൾ പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അച്ചാർ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ ചന്ദനക്കുറിയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ കുറിയാൻ തൊട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിതാ സെറ്റാക്കി വെക്കുമെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പൂവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 9:30 ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ പൂവ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഓണാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ചപ്പൊക്കെ വെച്ചിട്ടാണ് പൂവിട്ടിട്ടുള്ളത്. ഇനിയിപ്പം ഉച്ചയായിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. തെങ്ങിൻ്റെ ഓല വെച്ചിട്ടുള്ള ചൂലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓലയുണ്ടല്ലോ, തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിളാണ് എടുത്തേക്കുന്നത്. അത് ഒരുപാട് ആൾക്കാർ ഇതുപോലെ മാച്ചിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഈർക്കിൾ നമുക്ക് കൊണ്ടുതന്നത് എൻ്റെ ഒരു ആൻറ്റിയാണ് കേട്ടോ. ആൻറ്റി വരുമ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് വീട്ടിൽ ഓല കുത്തിയപ്പോൾ തോന്നുന്നു ഒരുപാട് ഇതുപോലെ ഈർക്കിളുണ്ടായിട്ട് നമുക്ക് കൊണ്ടുതന്ന്. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഇതിനെ ഒന്ന് ഷാർപ്പൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഓലയൊക്കെ നല്ല നീറ്റായിട്ടൊന്ന് വെട്ടിക്കളയാനാണ്. അപ്പോൾ നമ്മളിത് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് തീർച്ചയായും ഒരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളിപ്പം മാർക്കറ്റിൽ നിന്നൊക്കെ ഈ ചൂല് മേടിക്കുകയാണെങ്കിൽ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. നമ്മളൊരു വട്ടം നമ്മളധികം ഇങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ എങ്കിൽ നമ്മൾ ഒരു വട്ടം മേടിച്ചപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു ഒരുപാട് ഓലയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീടുകളിൽ. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനും തൻഷു ബേബി മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെറുതെ അടിച്ചിട്ട് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തൻഷുവിനും മാസ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനും മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ എല്ലാവരും കൂടെ നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ നമ്മൾ ചെയ്യുക. അതിന് നമുക്ക് ഇതിലൂടെ ക്യാഷും ലാഭിക്കാമല്ലോ, ഇതൊക്കെ മേടിച്ച് കളയുന്നത്. തൻഷു ബേബി അവിടെ നിന്ന് വേറെന്തോ പരിപാടിയാണ്. അവൻ ഇതൊക്കെ അലങ്കോലാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വേറെ എന്തെല്ലാം അവന് വെച്ച് കൊടുത്തിട്ട് അവൻ അതൊക്കെ എടുത്ത് കളിക്കുകയാണ് കേട്ടോ. അവനവിടെ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. എല്ലാം വിളിച്ച് മുറ്റത്തേക്ക് ചാടുന്നുണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മളെന്തോ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടാണ് ഉള്ളത് പുള്ളീനെ. അപ്പോൾ അതും കൂടെ ആയിട്ട് ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ ഇത് രണ്ടുപേരും കൂടെ നമ്മളിങ്ങനെ ആക്കി കഴിയുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയുന്നുണ്ട്.
അപ്പോൾ അമ്മ ആക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. എനിക്ക് അതുപോലെ ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. കണ്ടില്ലേ, അമ്മ വേറെ എന്തോ ടൈപ്പിലാണ് കത്തിയൊക്കെ പിടിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അമ്മ കൊണ്ടുവന്ന പ്രസാദം കഴിക്കാമെന്ന് കരുതി. നമ്മുടെ ഈവനിങ്ങിലാണ് ഞാനിത് എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള പ്രസാദമാണ് കേട്ടോ. രാവിലെ അമ്പലത്തിൽ പോയി ഞാൻ പറഞ്ഞിരുന്നു. പപ്പ കൊണ്ടുവന്ന പ്രസാദമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് പ്രസാദം. അപ്പോൾ ഈ എടുത്ത വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പിന്നെ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാനിതാ അതിൻ്റെ പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 11 മണി ആ ഒരു സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഞാനിവിടെ ഒട്ടിച്ച്, ഇത് എവിടെയും ഒട്ടിക്കാതെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതെടുത്ത് നമ്മളെ റൂമിലേക്ക് ഒട്ടിച്ച് ഇനി നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. പണികളൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്തിട്ട് അത്രയേ ആയുള്ളൂ. അത് പെട്ടെന്ന് തന്നെ പൊടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ കറുത്ത് ഇരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പൊടി അതിൽ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിതാ അടിച്ചു വാരാമെന്ന് കരുതിയിട്ട് അടിച്ചു വാരുവാണ് കേട്ടോ. ദൻഷു ബേബി ഇങ്ങനെ അകത്തൊക്കെ എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവത്തുള്ളൂ റൂമിൽ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടിച്ചു വാരാമെന്ന് കരുതിയിട്ട് ഇതാ അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ നമ്മളെ റൂമൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ സമയം ദൻഷു അമ്മയുടെ കൂടെ താഴെയാണുള്ളത്. അവൻ വന്നു കഴിഞ്ഞാൽ എല്ലാം വലിച്ചിടാൻ മാത്രമേ നിൽക്കത്തുള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ അടിച്ചു വാരുന്ന കണ്ടു കഴിഞ്ഞാൽ അവനൊരു പ്രത്യേക ഇതാണ് അതിലൂടെ നടക്കൽ, കാട്ടത്തിലൂടെ. അപ്പോൾ ഞാനെല്ലാം ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒട്ടിച്ച് വെക്കുന്ന ആ ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് അവൻ്റെ അന്നാണ് അവൻ പറയാറുള്ളത്. അപ്പോൾ അതവിടെ ഒട്ടിച്ചുകൊണ്ട് എൻ്റെ ഭയങ്കര സീനാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കുഴപ്പമാണ് ഇത് ഞാനവിടെ ഒട്ടിച്ചത് കണ്ടുകൊണ്ട്. അപ്പോൾ ഞാനിത് അവിടെ ഒട്ടിച്ചത് കൊണ്ട് അത് പറിക്കുമെന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര ചൊറയാക്കുന്നതാണ്. അപ്പം അത് ഞാൻ ലാസ്റ്റ് പറിച്ചിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ എപ്പോഴും അതങ്ങ് മറന്നുപോയ പുള്ളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് അത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.